ഡേ 6, അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ March 1, 2022. അതായത് ഈ ഡേ 6 നമുക്ക് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ അന്ന് വരെ നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് 1-ാം തീയതി മനസ്സിലായി ഇതിങ്ങനെ ഇരുന്നാൽ ശരിയാകുകയെന്ന്. അതായത് ഇപ്പം ഇറങ്ങി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവിടെ പെട്ടുപോകും ഒരു വൈബിലോട്ട് വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഇറങ്ങും. അതാണ് ഏത് മൂഡ്, വാർ മൂഡ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ സംഭവം ഹോസ്റ്റലിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ പേരൻസ് എൻ്റെ പിള്ളേരെ വിടുന്നതിന് കുഴപ്പമില്ല, അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്നാ പറ്റിയാലും എന്നൊരു വീഡിയോ എടുത്ത് അതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതി നമ്മൾ ഒപ്പിട്ട് ഇതെല്ലാം കൂടെ ആയിട്ട് കൊണ്ട് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ ക്ലിയറൻസ് തരത്തുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ പയ്യെ അയക്കാമെന്നൊക്കെ പറഞ്ഞ് ചില പിള്ളേർക്കൊക്കെ അയച്ചു തുടങ്ങി. ചിലർക്ക് വീട്ടുകാർക്ക് പിന്നെയും പേടിയായി. സംഭവം ഇങ്ങനെ നമ്മൾ തന്നെ ഇറങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറ്റിപ്പോയാലോ, ഒബ്വിയസ്ലി അതൊരു ചോദ്യമാണല്ലോ എന്ന് പറഞ്ഞ് പേടിയായി. സംസാരവും ഒക്കെ ആയി. ഹോസ്റ്റലിൽ പറഞ്ഞാൽ അവർ ആക്ച്വലി ജസ്റ്റ് ഒരു സേഫ്റ്റി പെർമിഷനാണ്. കാരണം അവർക്ക് ഉറപ്പില്ല നമ്മളിവിടെ നിന്ന് പോയാൽ നിന്ന് പോവോ അല്ലെങ്കിൽ കെട്ടിട ഇടിഞ്ഞ് വീഴുമോ ഒന്നും ആർക്കും ഒരു ഉറപ്പില്ല. പക്ഷേ ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാൻ ഒരു ദിവസം കൂടി പുറത്തിറങ്ങാൻ പറ്റി. ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി പുറത്തിറങ്ങാൻ പറ്റിയപ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലായത്. മറ്റേ ബാറ്റിൽ ടാങ്ക് ഒക്കെ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നത്, കാറ് പോയിക്കൊണ്ടിരുന്ന റോഡിലൂടെ. ശരിക്കും ബാറ്റിൽ ടാങ്ക് ഒരെണ്ണം പോയി, പിന്നെ കുറച്ച് ആർമി ഓഫീസേഴ്സിനെ കണ്ട്, ട്രക്ക് പോയി. ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വലിയ സീനില്ല. അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങളെല്ലാം കടയിലും ഇല്ലല്ലോ. അപ്പം എന്നേലും ഒരു ദിവസം കുക്ക് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ മാവൊക്കെ എടുത്തായിരുന്നു. അപ്പം അത് മേടിക്കാൻ വേണ്ടി 1-2 ഷോപ്പിലായിട്ട് മാറിപ്പോയി. സെക്കൻഡ് ഷോപ്പിൽ നിന്നപ്പം പെട്ടെന്ന് ടാങ്ക് എല്ലാം പോയി. അപ്പോഴേ നമുക്ക് മനസ്സിലായി കുറച്ച് വിഷയമായി തുടങ്ങിയിരുന്നു. അങ്ങനെ നൈസായിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിൽ കയറി. ആക്ച്വലി ഞങ്ങളുടെ ഹോസ്റ്റലിൽ പുറത്ത് വിട്ടില്ല. ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ വിളിച്ച് പറഞ്ഞു ആക്ച്വലി പുറത്ത് പോയെന്ന്. VN കരാസിനെ ആക്ച്വലി പുറത്ത് വിട്ട് നിങ്ങളുടെ ഹോസ്റ്റലിൽ വിട്ട്. ഞാൻ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ വിട്ടോ മേടിച്ചിട്ട് വന്നു, പക്ഷേ കയറാനും പറ്റൂല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. യെസ്, ലൈക്ക് 6th day ലൈക്ക് ആക്ച്വലി 5th day എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. കുറേ നിങ്ങൾക്ക് അറിയാത്ത ചില സീനിയേഴ്സൊക്കെ ഇറങ്ങി. അപ്പോൾ ലൈക്ക് പക്ഷേ ഞങ്ങൾക്ക് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ടൈം പോയതുകൊണ്ട് ലൈക്ക് അപ്പോൾ ചെറുപ്പമായിരുന്നു, അതുകൊണ്ട് ലൈക്ക് പ്ലാനിങ് ഒന്നും ഇല്ല. പക്ഷെ ഇവരൊക്കെ ഇറങ്ങുന്ന കാണുമ്പോൾ ഒരു ധൃതി, ലൈക്ക് നമുക്ക് ഇറങ്ങണ്ടേ. ഒരു ധൃതി സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ആക്ച്വലി നമ്മൾ ഇപ്പം ഗവൺമെൻറ് ഒന്നും ഒരു മൂവ്മെൻ്റ് ഇല്ല, ഹോസ്റ്റലിൽ നിർത്തുന്ന ഒരു മൂവ്മെൻ്റ് ഇല്ല. അവർ സേഫായിട്ട് എല്ലാ ദിവസവും ഇരിക്കുക എന്ന് പറയുന്നു. ഫുഡ് ഒരു ദിവസം ആയപ്പോഴത്തേക്ക് മെസ്സിൽ ഫുഡ് ഇല്ലാതെയായി, സാധനം തീർന്നു. അന്നാണ് ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി മുകളിൽ കയറി. അന്ന് ആക്ച്വലി പെർമിഷൻ കിട്ടിയേ. അത് ഞങ്ങൾ അതിന് മുമ്പ് 5th day തൊട്ട് ട്രൈ ചെയ്യുക പെർമിഷന് വേണ്ടി. 5th day കുറച്ച് സീനിയേഴ്സ് പോയി. അത് ആക്ച്വലി ഹോസ്റ്റലിൽ ഇല്ലാത്തവരും ഫ്ലാറ്റിൽ നിൽക്കുന്നവരും കുറേ പേര് ഹോസ്റ്റലിൽ വന്നു. സേഫ് സൈഡ് എന്ന് പറഞ്ഞാൽ നിന്നു. മെട്രോസ് ആ ടൈം ബങ്കേഴ്സ് ആക്ച്വലി, കാരണം അത് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട്. അപ്പോൾ ഫ്ലാറ്റിലുള്ള ലോക്കൽസ് ആയാലും ഫോറിനേഴ്സ് ആയാലും എല്ലാവരും മെട്രോ ആണ് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സീനിയേഴ്സ് ഹോസ്റ്റലിൽ വന്ന് അവർ മൂവ് ഔട്ട് ചെയ്തു. കാരണം ഫ്ലാറ്റിലുണ്ടായിരുന്ന മെട്രോസിൽ ബങ്കറിൽ നിന്ന ആൾക്കാർ നൈസായിട്ട് ആ റെയിൽവേ ട്രാക്ക് ഫോളോ ചെയ്ത് മൂവ് ചെയ്തു. കാരണം ട്രെയിൻസ് ഒന്നും വർക്കിംഗ് അല്ല. അപ്പം ട്രാക്ക് ഫോളോ ചെയ്ത് സേഫായിട്ട് കുറേ സെറ്റ് ടീംസ് പോയി. അപ്പോൾ ആ ഒരു ഇതിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ലൈക്ക് ഹോസ്റ്റലിൽ വന്ന് അഭയം പ്രാപിച്ച് വന്നവർ അവരും സീനിയേഴ്സും നൈസായിട്ട് മൂവ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം അപ്പോഴാണ് സിറ്റുവേഷൻ ലൈക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു ഇത് വന്നു. കാരണം ന്യൂസൊക്കെ സ്പ്രെഡായി, ഫോട്ടോസ് വന്നു, സേഫായിട്ട് എത്തി എന്ന് പറഞ്ഞ് വന്നു. കുറേ സീനിയേഴ്സ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പിന്നെ ഗോവിന്ദേട്ടനാണ് നമ്മളൊരു വഴികാട്ടി. ടോർച്ച് ലൈറ്റ് അടിച്ചത് ഗോവിന്ദേട്ടനാണ്. ഗോവിന്ദേട്ടൻ കുറേ റെസ്ക്യൂ ടീമിൽ നമ്പേഴ്സും അങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. ഫയർ ക്രാക്കേഴ്സ് ഒക്കെ കാണുന്ന പോലെ മറ്റേ ദൂരത്തിലുണ്ട് ടക് 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 എന്ന് പറഞ്ഞിട്ട് ഫുള്ള്. ശരിക്കും നൈറ്റ് നല്ല ഷെല്ലിങ് ആയി തുടങ്ങി. കാർക്കിയുടെ മറ്റേ ബോർഡറിൽ വരുന്ന ഒരു സ്ഥലമാണ്. റഷ്യയുടെ അല്ല അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ആക്ച്വലി 5 സേഫ് പ്ലേസസ് എന്ന് പറഞ്ഞപ്പോ ലൈക്ക് ഒരു പോർച്ചിൻകി ലൈക്ക് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഏജന്റിന്റെ കയ്യിലായിരുന്നു ഇങ്ങനെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ. അപ്പോൾ ഇത് അടുത്തായിരുന്നു.
അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടിയപ്പോൾ ഒരു ടാക്സി ഡ്രൈവറിനെ കണ്ട്. ആ പുള്ളിക്ക് എത്ര ഡോളേഴ്സ്, ഐ തിങ്ക് ലൈക്ക് $500 എന്തോ കൊടുത്തെന്ന് തോന്നുന്നു. ഒരു ട്രിപ്പിന് $200 ഐ ഗസ്. നല്ല കാശ് വാങ്ങി ആ സമയത്തുണ്ടായിരുന്ന ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ. അവർക്ക് മനസ്സിലായി എന്തായാലും ഇവിടുന്ന് ഇനി ഇറങ്ങിപ്പോണം, പറ്റുമ്പം നല്ല രീതിക്ക് ഊറ്റാന്ന് മനസ്സിൽ വച്ച് തന്നെ പെർ ട്രാവൽ പെർ റൈഡ് $200, $300, $200, $300 നമ്മൾ ആലോചിക്കണം. അപ്പം എന്തേരം നമ്മൾ പേ ചെയ്യുന്നത്. 6 ദിവസം കൊണ്ടൊന്നും തീത്തിലടാ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ലൈക്ക് ഗേറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അതൊന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് പോയി. ഭയങ്കര സീനായിരുന്നു പുള്ളി. ലൈക്ക് ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഓടിയപ്പോൾ ഒരു 10 പീപ്പിൾസിൻ്റെ അടുത്തുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് പുള്ളിക്ക് എക്സ്ട്രാ കയറ്റാമായിരുന്നു, പക്ഷെ കയറ്റിയില്ല. ഒരു സീറ്റ് ഫുള്ള് ഇത്രയാണ് കയറ്റാൻ പറ്റും. ഞാൻ തിരിച്ചൊന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നൈസായിട്ട് സെക്കൻഡ് റൗണ്ടും കൂടെ അടിച്ച് അങ്ങനെ എക്സ്ട്രാ പേയ്മെന്റ് ഒരു $500 എന്ന് കയ്യിരുന്ന് മുക്കി. ഡേ 6 നമ്മൾ ആക്ച്വലി ഇറങ്ങാമെന്ന് സ്വന്തമായിട്ട് ഇറങ്ങാമെന്ന് നമുക്കൊരു പ്ലാൻ വന്നു. ഇൻ ദ സെൻസ് നമുക്കെങ്ങനെ ഇറങ്ങാം, സംഭവം ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വന്നു. രാവിലത്തെ ഫുഡ് വന്നു, രാവിലെ ആയിരുന്നു അന്ന് ഫുഡ് വന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്തു ഓക്കെ ഇനി നിന്നിട്ട് കാര്യമില്ല, കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും, എല്ലാം കൂടെ ഇടിഞ്ഞു വീണ് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ആക്ട് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒഫീഷ്യൽസിൻ്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങി. അന്നേരത്തേക്കുമായിരുന്നു ഹെവി ഷെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒട്ടും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ ഹെവി ഷെല്ലിങ് ആയിരുന്നു. മാർച്ച് 1-ാം തീയതി അങ്ങനെ അന്ന് ഇറങ്ങാൻ നിന്ന സകല പിള്ളേരെയും ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ഹോസ്റ്റൽസ് അടച്ച് ഒരു മനുഷ്യർക്ക് പോലും വെളിയിറങ്ങാൻ മേലാത്ത രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ച് കംപ്ലീറ്റ്. ആക്ച്വലി ലൈക്ക് ഡേ 5 ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേര് ഇറങ്ങി. അത് കാരണമാണ് നമ്മൾ ഡേ 6 ഇറങ്ങാൻ ട്രൈ ചെയ്തതെന്ന്. ലൈക്ക് അവർ ആക്ച്വലി റീച്ചായി, ലൈക്ക് ട്രെയിനൊക്കെ കയറി. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഡേ 6 ലൈക്ക് എന്തിനാ നമ്മൾ വെറുതെ ഇരിക്കണേ, ഇവരോ അപ്ഡേറ്റ് ഒന്നും പറയുന്നില്ല, ലൈക്ക് എൻഡ് ആവുന്നില്ല. അവിടെ ഇരുന്നിട്ട് ഒരു ക്ലാസ്ട്രോഫോബിക് ഫീലാണ് അതിൻ്റെ അകത്ത് മുറിയിൽ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് വീട്ടിൽ വീഡിയോ ഒക്കെ റെഡി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നാണ് മറ്റേ ഹെവി ഷെല്ലിങ് പോകാൻ പറ്റൂലെന്ന്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ഡിസ്കഷൻ മുറിയിൽ ഒരു അറൗണ്ട് ഐ തിങ്ക് ലൈക്ക് 6 or 7 എന്തോ ലൈക്ക്. അപ്പോൾ ഞങ്ങൾ റൂമിൽ വിട്ട്, പക്ഷെ ഞങ്ങൾ ആരും തിരിച്ചു പോയില്ല. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരു 5-6 പേര് കാണും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഡിസ്കസിങ് ആണ്, നാളെ എങ്ങനെ പോവാ, മറ്റേ $1 കൊടുത്ത് പുറത്ത് പോയി ടാക്സി പിടിച്ച് സ്ട്രെയിറ്റ് ഇറങ്ങി അവരുടെ അടുത്തും $1 കൊടുത്താൽ ട്രെയിനിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു അലാറം അടിക്കാൻ തുടങ്ങി. ലൈക്ക് പെട്ടെന്ന് അറ്റൻഷൻ, ഇഫ് ദേഴ്സ് എനിവൺ ലൈക്ക് ഇൻ റൂംസ് പ്ലീസ് കം ഡൗൺ, ദേഴ്സ് ഗോണ ബി എ സിവിയർ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലോട്ട്മെൻറ്റ്. പക്ഷെ ഞങ്ങൾ അപ്പോഴും ചില്ലായിട്ട് ഇതൊക്കെ എന്ത് അതാ ഇന്ന് റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ട് മോർണിംഗ് വിളിച്ച് പുറത്ത് പോവാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞങ്ങൾ. ഇനി എന്തായാലും ബങ്കർ ഞങ്ങൾ കാണൂല, സ്ട്രെയിറ്റ് ഇറങ്ങി പോകാൻ പോകണം. ഏത് ഫ്ലോറിലാണ് നീ നിന്നത്? 9th floor, ടോപ്പ് ഫ്ലോറിൽ. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് നിന്ന്. അപ്പോൾ ലൈക്ക് അവിടെ ഞങ്ങളുടെ റൂമെന്ന് വെച്ചാൽ ഒരു L ഷേപ്ഡ് ബെഡോ, ബെഡിൻ്റെ ബാക്കിൽ ഒരു വലിയ വിൻഡോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ L ഷേപ്പിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. നോക്കുമ്പോൾ മറ്റേ എന്താ പറയണ മറ്റേ LED ലൈറ്റൊക്കെ ഇട്ട്, LED ലൈറ്റല്ല അതിനെക്കാട്ടും ബ്രൈറ്റാണ്, മറ്റേ റെഡ് കളറിൽ ഇങ്ങനെ അടിക്കൂലേ അങ്ങനെ ഒരു ലൈറ്റ്, ധുമ്മെന്ന് പറഞ്ഞിട്ട് ഒരു ഷേക്കും ഒരു ലൈറ്റും. മറ്റേ അവിടെ ഇരുന്ന് കൂടെ കുറച്ച് ഗേൾസൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കരയാൻ തുടങ്ങി. ഞങ്ങളാണെങ്കിൽ മറ്റേ ഓടാൻ തുടങ്ങി. 9 floors ലിഫ്റ്റൊന്നുമില്ല, ഇറങ്ങണം ലൈക്ക് സ്റ്റാർസിൽ ഇറങ്ങുമ്പോൾ ഒക്കെ മറ്റേ ഫുള്ള് ലൈറ്റാണ്, കളർ ഷോ ആണ്. നൈസായിരുന്നു, ലൈക്ക് നൈസല്ല കൂടെ അവർ മറ്റേ ചിലവരൊക്കെ കരയാൻ തുടങ്ങി. പിന്നെ താഴെ ബങ്കറിൽ പോയപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ മറ്റേ അതോറിറ്റീസ് എല്ലാം ലൈനായിട്ട് അവരെ ബങ്കറിൻ്റെ അകത്ത. അതാ ഞങ്ങൾ ഞാൻ ഒന്നും ഇറങ്ങിയില്ല, ഞാൻ മറ്റേ എൻ്റെ ഫ്രണ്ട് വായതെന്ന് ഓർത്തുണ്ടായിരുന്നു. ഞങ്ങൾ ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട്
പക്ഷെ റിയാക്ഷൻ നിന്നില്ല. പിന്നെ ഇറങ്ങാന്ന് വെച്ച് ഞങ്ങൾ ക്യാപ്പൊക്കെ ഇട്ട് നൈസായിട്ട് ഇറങ്ങിപ്പോയി. ആക്ച്വലി അവർക്ക് നമ്മളറിയാം ആക്ച്വലി സൗത്ത് ഇന്ത്യൻസ് ആണെന്നൊക്കെ. അതുകൊണ്ട് ലൈക്ക് സൗത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ വലിയ ഹീറോ ആണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത വരികയായിരുന്നു. എന്നൊരു കാര്യമുണ്ട്, അവരെ ചീത്ത വിളിക്കുമ്പോഴത്തേക്കും അതിനകത്ത് റീസൺ ഉണ്ട്. ഇൻ കേസ് ഒരു 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 വസ്റ്റ് സിനാരിയോ, ഇൻ കേസ് ഒരു ഷെല്ല് വന്ന് ഹോസ്റ്റലിലിട്ട് അടിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ കോമഡി എല്ലാം അങ്ങ് മാറും. നമ്മൾ ഇൻ കേസ് ഒരു ഷെല്ല് വന്ന് നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് താഴത്തെ ഫ്ലോറിലോ മുകളിലത്തെ ഫ്ലോറിലോ അടിച്ചു കഴിഞ്ഞെന്നാൽ കംപ്ലീറ്റ് സീൻ അങ്ങ് മാറും. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഹോസ്റ്റൽ അതോറിറ്റീസ് അതിന് അവർ അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് അവർ അത്രയും ഹോസ്റ്റലുള്ളിൽ വെച്ച് സംഭവിക്കുമ്പോഴത്തേക്കും അത്രയും ഇതായതുകൊണ്ടാണ് അവർ ഇത്രയും ഫോഴ്സ് ചെയ്തത്. എന്നതാണെങ്കിലും അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പം നിന്റെ ഒരു അടുത്ത ഒരു 6th ഡേ എക്സ്പീരിയൻസ്. 6th ഡേ അല്ല, മുമ്പത്തെ ഒരു ഡേയിലെ ഫയർ ഷോ ആണ്. അതും ഒരു ലൈറ്റ് ഷോ ആണ്. അത് ലൈറ്റ് ഷോ ആയിരുന്നു. അത് ആക്ച്വലി അന്ന് ടോയ്ലറ്റ് ബ്രേക്കോ ചാർജ് ചെയ്യാനോ അത് നമുക്ക് താഴെ നിങ്ങളെപ്പോലെ ബങ്കറിൽ ചാർജസ് ഇല്ല, പോർട്സ് ഇല്ല. അപ്പോൾ പോകണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ വരെയാണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പം ഞാനും കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളൊരു 5-6 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ റൂമിൽ ആക്ച്വലി കുറേ എക്സ്റ്റൻഷൻസ് ഉള്ളത് കൊണ്ട് ഹീറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അലൗഡ് അല്ലെന്ന് പറയും, പക്ഷെ നിൽക്കുന്നില്ലായിരുന്നു. ഞങ്ങളുടെ റൂമിൽ കുറേ ഇഷ്യൂ, ജനലിലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. അങ്ങനെ ഹീറ്റർ മേടിച്ച് വെച്ചിട്ടുണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ചാർജറൊക്കെ എടുത്ത് ബാക്കി എല്ലാവരുടെയും ഫോണൊക്കെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ വെച്ച് ഞങ്ങൾ ഡോറിൻ്റെ അടുത്ത് തന്നെ ചുറ്റിനും ഇരുന്ന് ചാർജ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ലൈക്ക് ഇൻ കേസ് ഓടണമെങ്കിൽ ഓടാമല്ലോ എന്ന് ഓർത്ത് ഡോറിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഇരുന്നൊരു എത്ര നേരം എടുത്തു, ഒരു 2 minutes കഴിഞ്ഞ് ഒന്ന് ഫോണൊന്ന് സെറ്റായി, ഓക്കെ ഓണായി, പലതൊക്കെ ഓഫായി, അതിനെയൊക്കെ ഒന്ന് ഓണാക്കി എടുത്തിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫസ്റ്റ് ലൈറ്റാണോ വൈബ്രേഷൻ ആണോ എന്താണെന്ന് പറഞ്ഞൂടെ, ഡോറ് കുലുങ്ങുന്നു, ഇരിക്കുന്ന കസേര കുലുങ്ങുന്നു, ചാർജറൊക്കെ ഇരുന്ന് ഫുൾ ഫസ്റ്റ് ലൈറ്റ് ആയി. പക്ഷെ ഞങ്ങൾ ലൈറ്റ് കാണുന്നില്ല. എന്ന് വെച്ചാൽ ലൈറ്റ് പെട്ടെന്ന് മറ്റേ ട്യൂബിൽ ആരോ ഇതിട്ട ഒരു ഫീലാണ്, ലൈറ്റ് ഇട്ടെന്നുള്ളൊരു പെട്ടെന്ന്. നല്ല ഡാർക്ക് റൂമാണ് ഞങ്ങളുടെ റൂം എന്ന് വെച്ചാൽ. നല്ലൊരു വിൻഡോ, ഫസ്റ്റ് ഫ്ലോറിൽ മോസ്റ്റ്ലി മിക്ക അപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ വലിയ വിൻഡോസ് ആയിരിക്കും. ഹോസ്റ്റലിലെ അപ്പാർട്ട്മെൻറ്റ്സിന് ഫസ്റ്റ് ഫ്ലോർസിൽ എല്ലാം നല്ല വലിയ വിൻഡോസ് ആയിരിക്കും. അപ്പോൾ മറ്റേ തിയേറ്റർ സ്ക്രീൻ പോലെ വലിയ വിൻഡോസ്, ഓപ്പോസിറ്റ് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം ഇപ്പം പറഞ്ഞ പോലെ 9th ഫ്ലോറിൽ എവിടെയൊക്കെ ഉണ്ടത്. അപ്പോൾ നല്ല ടോൾ ബിൽഡിങ്. അപ്പം അങ്ങനെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ലൈറ്റാന്ന് ക്ലിക്ക് ആവാനുള്ള ഗ്യാപ്പ്, ഷെല്ലിങ് ഉണ്ടാകത്തില്ല എന്നൊരു മൈൻഡില്ല, കാരണം അവർ വിട്ടതും കൊണ്ട്. അപ്പോൾ നല്ല ലൈറ്റ് അടിച്ച് പെട്ടെന്ന് നല്ല വൈബ്രേഷൻ, അടഞ്ഞു കിടന്ന ഡോറ് ടപ്പ് എന്ന് പറഞ്ഞ് തുറക്കുന്നു, പുറത്തൊക്കെ ഓട്ടം. ഫസ്റ്റ് ഫ്ലോറിൽ നിറച്ചാളിൽ നിന്ന് വാഷ്റൂമിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി ഓടി. വാഷ്റൂമിലൊക്കെ ഇരുന്നെങ്കിൽ എന്ത് ചെയ്ത് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. കാരണം കാണുന്നുമില്ല, സൗണ്ട് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ മറ്റേ മിന്നലൊക്കെ ഇല്ലേ, മിന്നൽ, ആ ഒരു സാധനം, അതിൻ്റെ ഹെവി വേർഷൻ എന്ന് പറയാം. നല്ല റെഡ് കളറിൽ ഒരു സാധനം ഫുൾ കത്തി, എന്തോ ഹിറ്റ് ചെയ്തൊന്നും കണ്ടില്ല, കത്തി സ്പോട്ടിന് താഴെ ഫുൾ പോലീസ് ഉണ്ട്. എന്തോ അവർ നേരത്തെ എക്സ്പെക്ട് ചെയ്ത് കിടക്കുന്ന പോലെ ഓരോ വണ്ടിയിൽ നിന്ന് പോലീസ് ലൈറ്റ്സ് ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് ഓണായി വന്നു. അതായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ എപ്പോഴും ആ മെമ്മറി കിടക്കുന്നു. പിന്നെ എന്താ നടന്നതെന്ന് അറിഞ്ഞൂടാ. ഫോണ്, ചാർജർ, കൈക്കട്ട സാരം എടുത്ത് കസേരയൊക്കെ എടുത്ത് എറിഞ്ഞ് ഓടി താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങി. നോക്കിയാൽ പല ഫോണും കാണാനില്ല. ഇതിൻ്റെ ഇടയിൽ ഇത് എവിടെ പോയെന്നൊരു പേടിയില്ല. പിന്നെ അങ്ങനെ ഒരു ലോങ് വെയിറ്റ് കഴിഞ്ഞ് തിരിച്ച് ചെന്ന് ഫോണൊക്കെ കണ്ടുപിടിച്ച്, അത് ഏത് ഡേ ആണെന്ന് ഓർക്കുന്നില്ല, അതിൻ്റെ ഇടയിൽ നടന്നൊരു ഡേ ആണ്. Day 6 എൻഡിലേക്ക് എത്തി. വൈകിട്ടൊരു 9:10 മണിയായപ്പോഴത്തേക്കും പയ്യെ അകത്ത് ഞങ്ങൾ ഇരുന്ന ബങ്കറിനകത്ത് സ്വാതിൻ ബയ്യയും പൂജ ദീദിയും വന്നു. അതായത് ഇവർ രണ്ടുപേരും ഈ ബോബ് ട്രേഡ് കമ്പനിയുടെ, അതിനകത്ത് ഹർദീപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 എംപ്ലോയീസാണ്. അങ്ങനെയായിരുന്നു, ആ ഒരു രീതിക്കായിരുന്നു ഇരുന്നത്. ഹർദീപ് ബയ്യ കഴിഞ്ഞാൽ സ്വാതിൻ ബയ്യ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പം സ്വാതിൻ ബയ്യയും പൂജാദിയും വന്ന് സംഭവം പറഞ്ഞ്, അപ്പം എന്തായാലും ഇനി ഇരുന്നിട്ട് കാര്യമില്ല, പിന്നെ അങ്ങോട്ട് മറ്റേ മോട്ടിവേഷൻ, മറ്റേ പട്ടാളക്കാർ, മറ്റേ സോൾജേഴ്സ്, മറ്റേ ബാറ്റലിന് പോകുന്നതിന് മുന്നേ മറ്റേ കമാൻഡോസ് വന്നും മറ്റേ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യത്തില്ലേ, ആ സ്കീമായിരുന്നു. വന്നിട്ട് ഇനി നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല,
എന്നാ എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും പോയി സെയിം മോട്ടിവേഷൻ ലൈക്ക് ഓരോ റൂമായിട്ട് പോകും. മറ്റേ എല്ലാവരും മറ്റേ എന്നൊക്കെ കത്തും, സൈലന്റ് സൈലന്റ് നെക്സ്റ്റ് റൂമിൽ പോകും. അപ്പോൾ അവിടെ എന്ന് കേൾക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്തോ ഇവാക്വേഷൻ പ്ലാൻ ആവാ എന്താണോ എന്താണെന്നൊരു ഐഡിയ ഇല്ലെന്ന്. അപ്പം സംഭവം ഏകദേശം ഒരു 8 റൂമോളം അങ്ങനെയുണ്ട്. അപ്പോൾ ഓരോരുത്തരത്ത് പറഞ്ഞ് വരിക. അപ്പം അങ്ങനെ ഞങ്ങളെടുത്ത് തോന്നു ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നാളെ രാവിലെ നമ്മളൊരു മാസ് ഇവാക്വേഷൻ, ഒന്നും നോക്കുന്നില്ല, രാവിലെ 6 മണിക്ക് മുന്നേ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഓ ശരി, ഞങ്ങൾ മറ്റേ ഇനി വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഇരുന്നത്. അങ്ങനെ വീട്ടിൽ പോവാം എന്നൊരു ചോദ്യമാണ്, വീട്ടിൽ പോകുമോ എന്നുള്ളത് ചോദ്യമാണ്. 11 കിലോമീറ്റർ 4 ഞങ്ങള് നൈറ്റ് ലൈക്ക് എങ്ങനെയാണ് ഇത്ര കോളേജ് സ്റ്റുഡൻസ് ഒക്കെ എടുത്തിട്ട് പോവും, ലൈക്ക് ട്രക്ക് എന്തെങ്കിലും, ലൈക്ക് വലിയ ബസ്, ലൈക്ക് ട്രക്കെങ്കിലും, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഏത് പ്ലാന്? അതാ മറ്റേ കത്തി മൂവിൽ ഇട്ടിട്ട് അണ്ടർഗ്രൗണ്ട് നോക്കുന്ന പോലെയാണ് ഫുൾ. ലൈക്ക് ഞങ്ങള് ലൈക്ക് ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു, ലൈക്ക് ബിക്കോസ് വൊക്സൽ ലിറ്ററലി ലൈക്ക് 14 കിലോമീറ്റേഴ്സ് എന്തോ. എങ്ങനെ എത്ര ക്രൗഡ് എടുത്തിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഞാനൊക്കെ നൈറ്റ് ഉറങ്ങിയില്ല, ഫുള്ളി സംസാരിച്ച് അങ്ങനെ കിടന്നു. നെക്സ്റ്റ് ടൈം മോർണിംഗ് ആണ് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയപ്പോഴത്തേക്കും ഒരു 6 മണി ആകാറായപ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഏകദേശം ഭയങ്കര പഞ്ച്വാലിറ്റി ആയിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ലേറ്റാക്കിയ ടീമുകളുണ്ട്, പക്ഷെ എന്നാലും ഏറെക്കുറെ പഞ്ച്വാലിറ്റി ആയിരുന്നു. അങ്ങനെ 6 മണി ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ട്വിസ്റ്റ് അറിയുന്നത്, സംഭവം നമ്മൾ നടക്കുവാണ്. ഏത് വൊക്സാൽ വരെ നമ്മൾ റോഡിൽ കൂടെ, അത് മറ്റേ മെട്രോ വഴിയല്ല, റോഡിൽ കൂടെ നമ്മൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഓർത്ത് നേരെ അടുത്തുള്ള ഞങ്ങൾ നിന്ന ഹോസ്റ്റലിൽ നിന്ന് ഒരു 2 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ ഒലസ്കിവിസ്ക മെട്രോ സ്റ്റേഷനിലെത്തും. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി അവിടുന്ന് മെട്രോ അണ്ടർഗ്രൗണ്ട് വഴി നടക്കാം, തലമണ്ടേ ഒന്നും വീഴുകയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. ഇതൊന്നുമില്ല, രണ്ടും കൽപ്പിച്ച് മറ്റേ എന്ത് വന്നാല് കയ്യിൽ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. ഫസ്റ്റ് ഒരു സെറ്റ് പോവും, അതിന്റെ പിന്നാലെ അങ്ങ് അറ്റം വരെ ആൾക്കാർ കണ്ടിന്യൂ ചെയ്ത് നടക്കുക, ചുമ്മാ നടക്കുക. അതെ, അല്ല എങ്ങോട്ടാന്ന് അറിഞ്ഞൂടാ, വൊക്സാലാന്ന് അറിയാം, പക്ഷെ വൊക്സാൽ എവിടാ എന്താന്നൊന്നും അറിഞ്ഞു. നടന്നു ഇവരുണ്ടായിരുന്നു, ഇതിന്റെ ഇടയിൽ കുറെ ഗ്യാപ്പ് വന്ന് ആൾക്കാർ ഇരുന്ന് റെസ്റ്റ് എടുത്ത്, കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ളായിരുന്നു. മറ്റേ നമ്മളൊരു മാരത്തോൺ പോയ ഒരു ഫീലായിരുന്നു രാവിലെ എഴുന്നേറ്റ്. പക്ഷെ വിഷ്വൽസ് നമ്മൾ കണ്ട സീനായിരുന്നു. രാവിലെ 6 മണിക്ക് ഞങ്ങൾ അവിടുന്ന് നടന്നു തുടങ്ങി. അന്നാണ് എൻ്റെ ഒരു ലൈക്ക് പുറത്തെന്തോ നടന്നതിൻ്റെ ഉള്ളൊരു സിവിയറിറ്റി മനസ്സിലായത്. നടന്ന് മെയിൻ റോഡിലോട്ട് കടന്നപ്പോഴത്തേക്ക് ഒന്നും പറയണ്ട, വണ്ടി സൂപ്പറായിരുന്നു. വണ്ടി ട്രക്ക് എല്ലായിടും മറ്റേ സൂപ്പറായെന്ന് വെച്ചാൽ എക്സാജറേഷനിൽ പറഞ്ഞു, അങ്ങനെയല്ല നമ്മൾ മറ്റേ മൂവി കണ്ട സാധനം റിയൽ ആയിട്ട് ലൈഫിൽ കാണുന്ന ഒരു ഇത്. ട്രക്കിലൊക്കെ മറ്റേ ബുള്ളറ്റ് ഷോട്ട്സ്, പിന്നെ കത്തിക്കരിഞ്ഞിരിക്കുന്ന ഇത്, ഷോപ്സിലെല്ലാം ബുള്ളറ്റ് കൊണ്ട് ഗ്ലാസ് ഒക്കെ പൊട്ടി. ഒരു ട്രക്കിനകത്ത് ഒരാളുണ്ടെന്നും ഞാൻ അറിഞ്ഞു. ഒരു ബുള്ളറ്റ് ഹിറ്റായിട്ട് എനിക്കും അതിൻ്റെ കിട്ടി. ഒരാൾ ഹിറ്റായിട്ട് ട്രക്കിൽ അങ്ങനെ ഇരുന്ന് പോയാൽ അത് ആക്ച്വലി ഞാൻ കണ്ടില്ല ആ സംഭവം. പക്ഷെ ബുള്ളറ്റ് ഷോട്ട്സും എല്ലാം തറയിൽ കിടപ്പുണ്ടായിരുന്നു. നല്ലൊരു ചോര, കറക്റ്റ് ഒരു വാർ കഴിഞ്ഞ ഫേസ്, കറക്റ്റ് നമ്മളെ ഇമാജിനേഷൻ എന്താണോ അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അതൊരു ഹൊറിഫിക് സീനായിരുന്നു. കാരണം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി നടന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളോട് പറഞ്ഞു, വഴിയിൽ വെച്ച് ഫോൺ എടുക്കരുത്, വഴിയിൽ നിങ്ങൾ പലതും കാണും, ഇതൊന്നും ഫോട്ടോ ക്ലിപ്സ് എടുക്കരുത്. കാരണം ഞങ്ങളോട് പറഞ്ഞ ഇങ്ങനെയാണ്, ബോർഡർ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കും, ചെക്ക് ചെയ്യും, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉള്ള കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ അനുഭവിക്കണം. കാരണം ആ സമയത്തായിരുന്നു ആ റൊമേനിയൻ ബോർഡറിലാണോ അതോ പോളണ്ട് ബോർഡറിലാണോ പിള്ളേരെ പിടിച്ച് ഇടിച്ചു, പിള്ളേർക്ക് ഭയങ്കര മർദ്ദനം, ഭയങ്കരമായിട്ട് അടി കൊടുത്തു. ഇപ്പോൾ സോൾജിയേഴ്സ് വീഡിയോസൊക്കെ ഭയങ്കര എടുത്തിട്ട് അടി എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരെ ആരെന്നില്ല, ഭയങ്കര അടിച്ച് ആവശ്യം. മറ്റേ ഇവിടെ ഒക്കെ വീങ്ങിയൊക്കെ ഇരിക്കുന്ന വീഡിയോസ് ഫോട്ടോസും ഒക്കെ പെട്ടെന്ന് വൈറലായി. നമുക്ക് മനസ്സിലായി, ഓക്കെ ഇനി വെറുതെ അടി വാങ്ങാനും കൂടെ നിൽക്കണ്ട.
അവർക്ക് ഷെൽട്ടർ പോലും കൊടുത്തിട്ടില്ല, ഓപ്പൺ സ്പേസിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പെട്ടെന്ന് അത് എന്താ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഹൈവേ ഒക്കെ എത്തി. അപ്പോൾ ഹൈവേ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സത്യം പറഞ്ഞുണ്ടല്ലോ ഇച്ചിരി കാര്യമായിട്ട് ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സീൻ കണ്ടത്. അതായത് ഒരു വണ്ടി ഫുള്ള് കത്തി കിടക്കുന്നു. ഈ കത്തി കിടക്കുന്ന വണ്ടിക്കകത്ത് ആളും കരിഞ്ഞിരിക്കുന്നു. ലൈക്ക് ഇത്രയും സ്ട്രെസ്സായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാർ സീനിൽ നമ്മൾ ലൈക്ക് കണ്ട് ഭയങ്കര ഡാർക്കായിപ്പോയി നമ്മൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. ആക്ച്വലി അതുവരെ ബങ്കറിലിരുന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഭീകരത നമ്മൾ തിരിച്ചറിഞ്ഞില്ല. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഡാർക്കാണ് സംഭവം വെളിയിൽ നടക്കുന്നത് എന്നൊരു ഒരു റിയലൈസേഷൻ ഭയങ്കരമായിട്ട് അടിച്ച്. ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് പ്രായം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 18. ഓക്കെ, ഇന്ന് 21 ഇപ്പം 3 വർഷം മുന്നത്തെ കാര്യമാണ്. അപ്പം സ്കൂള് കഴിഞ്ഞ് നേരെ പോകുന്നൊരു രാജ്യമാണ് ഉക്രൈൻ. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അത് എന്തുമാത്രം അത് എഫക്റ്റ് ചെയ്യുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് കാറുകൾ മുഴുവൻ കത്തിക്കിടക്കുന്നു. കാറുകളും ലോറികളും ട്രക്കുകളും എല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് മറ്റേ ബുള്ളറ്റ് കൊണ്ട് തുളഞ്ഞു കിടക്കുന്ന പാടുകൾ. കടകളെല്ലാം കത്തി നശിച്ചേക്കുന്നു. കുറേ കടകളെല്ലാം ഈ വെടിവെച്ച് ഇട്ടേക്കുന്നു. വഴി മുഴുവൻ ബ്ലഡ് കിടക്കുന്നു. ഇതിൻ്റെ എല്ലാ ഇടയ്ക്കൂടെ ഞങ്ങൾ നടന്നു പോകുന്നു. അതായത് എല്ലാം കൊണ്ട് പറഞ്ഞുകൊണ്ടല്ലോ ഡാർക്കായിട്ടുള്ളൊരു സീൻ. ബ്രിഡ്ജ് എത്തി. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നേ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതായത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം അടുത്ത് കണ്ട ബ്രിഡ്ജ്. നമ്മൾ ആ ബ്രിഡ്ജ് കയറി ഇറങ്ങി ഒരു വളവ് വളഞ്ഞ് നേരെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമ്മൾ അത്ര അടുത്തെത്തി സംഭവം. ലൈക്ക് ഇവർ ബ്രിഡ്ജ് റീച്ച് ചെയ്ത് ഞാൻ ബ്രിഡ്ജിനെ കുറച്ച് ക്രോസ് ചെയ്ത് ഒരു ടേണിങ് ഉണ്ടായിരുന്നു ഒക്സാലിൻ്റെ ഫ്രണ്ടിൽ. ഒക്സാൽ എന്ന് വെച്ചാൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഒക്സാൽ എന്നാണ് പറയണത് റഷ്യനിൽ. അപ്പോൾ എൻ്റെ ഒപ്പം ലെജൻഡറി മുത്തു ബ്രോ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു സീനിയറായിരുന്നു. അപ്പോൾ ലൈക്ക് അതുവരെ ഞങ്ങൾ ലൈക്ക് ഇങ്ങനെ ജാലിയായിട്ട് സംസാരിച്ച് അങ്ങനെ നൈസായിട്ട് നടന്നു പോയി. പക്ഷേ പെട്ടെന്ന് മറ്റേ ഷൂ എന്ന് പറഞ്ഞൊരു സൗണ്ട് കുറച്ച് ഡിസ്റ്റൻസിൽ ഒരു ബിൽഡിങ്ങിലെ ടോപ്പിൽ ഒരു ഷെല്ലിങ് പോമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മറ്റേ അലാറമൊക്കെ തുടങ്ങി. അപ്പോഴാണ് മറ്റേ എനിക്ക് അത്ര ടൈം വന്നിട്ട് ലൈക്ക് എല്ലാവർക്കും ഉണ്ടായതുപോലെ അത്ര എനിക്ക് മറ്റേ ഫിയർ ഫാക്ടർ അഡ്രിനലിൻ റഷ് ഒന്നും ആയിട്ടില്ല ഇതുവരെ. എനിക്ക് ആ മറ്റേ ബോംബ് വീഴുന്ന ആ മൂവ്മെൻറ്റിലാണ് മറ്റേ എനിക്ക് കൈയൊക്കെ വേർത്ത് ഞാൻ മറ്റേ സൈഡിലിരിക്കണ മുത്തു ബ്രോ എന്ന് പറഞ്ഞ് പുള്ളിനെ ഇളുത്തിട്ട് ഓടിയ. ശരി, സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഇപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ചിരിക്കുന്നുണ്ടെങ്കിലും അന്ന് ലിറ്ററലി മരണം മുന്നിൽ കണ്ടൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജിൽ നിൽക്കുന്നു. നമ്മുടെ ഏകദേശം ഒരു 1 or 2 കിലോമീറ്റർ റേഡിയസിലാണ് ആ ബിൽഡിങ് നിൽക്കുന്നത്. 2 കിലോമീറ്റർ എനിക്കറിയത്തില്ല, എനിക്ക് അത്യാവശ്യം എനിക്ക് നല്ല അടുത്തായിട്ടാണ് തോന്നിയത്. അതായത് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നേരെ ആ ബിൽഡിംഗ് ആണ്. അത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നത് കംപ്ലീറ്റ് ഒരു ഗ്ലാസ് ബിൽഡിംഗ് ആയിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ എങ്ങോട്ടോ നോക്കി ഇങ്ങനെ മണ്ടയ്ക്കോട്ട് നോക്കി ഏണ്ടോ കഥ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു ഇവരോട്. ഞാൻ നോക്കി വന്നപ്പോഴത്തേക്കും അടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇനി ഏകദേശം കാര്യങ്ങൾ സ്മൂത്ത് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. വെറുതെ കേട്ടോ, വരുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ മണ്ടയ്ക്കോട്ട് നോക്കി ഏണ്ടും പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ടോ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ വരവ് കണ്ടിട്ട് ഞാൻ ഇവനെ വിളിച്ചു, മൊയ്ത്തേ ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ നേരെ വന്ന് ഈ സാധനം ആ ബിൽഡിങ്ങിലോട്ട് അടിച്ച് കയറി. അവിടുന്ന് വലിയൊരു ബൊന്ന് പറഞ്ഞൊരു സൗണ്ടും ഒരു വൈബ്രേഷനും എക്സ്പ്ലോഷനും ആയിരുന്നു. ഈ ഒരു മൊമെൻറ്റിൽ പേടിച്ച് ചെതറി ഓടി എല്ലാവരും. കുറേ പേര് ചെതറി ഓടി, കുറേ പേര് ഇരുന്നിടത്ത് തന്നെ നിന്ന് കരഞ്ഞ്, കുറേ പേര് അവിടെ തന്നെ അങ്ങ് കമന്നിരുന്ന്. ഞാനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ എൻ്റെ ആ ബായി 14 കിലോയുള്ള എൻ്റെ ആ ബായി ഒരു കുപ്പി വെള്ളവും കൊണ്ട് ഞാൻ ഏത് വഴിയെ കൂടെയൊക്കെ ഓടിയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പേടി ഒബ്വിയസ്ലി നേരെ മുന്നിൽ മരണം മുന്നിൽ കണ്ട മൊമെന്റ്സ് ആണ് അതെല്ലാം. അതൊക്കെ ആണ് യുദ്ധം നേരെ വന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മരണം മുന്നിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏത് വലിയവനും പേടിക്കും. കാരണം ഞാൻ പേടിച്ചുള്ള കാര്യം പറയാമല്ലോ.
അന്ന് അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. അങ്ങനെ ആ ഒരു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഡാർക്കായിപ്പോയി. അതായത് അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പിന്നെ ഒരു വളവ് വളഞ്ഞ് ഇച്ചിരി പോകണം. ഒരു വളവ് വളഞ്ഞ് തൊട്ടടുത്ത് തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനൊക്കെ ആ പാലത്തിൻ്റെ നടുക്കെങ്ങാനുണ്ടായിരുന്നു. പാലത്തിൻ്റെ അവിടെ നിന്ന് ഓടിത്തുടങ്ങിയതാ. നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടാണ് ഓട്ടം തന്നത്. എനിക്ക് ഇന്നും അറിയത്തില്ല ഞാൻ എങ്ങനെ അങ്ങനെ ഓടിയെന്ന്. എന്നെക്കൊണ്ട് അയ്യോ ആ സൈറൻ അത് മനുഷ്യൻ്റെ തലയ്ക്ക് പിടിക്കുന്ന, ഞാൻ ആ സൈറൻ ഇടാം ഇതിനകത്ത്, തലയ്ക്ക് പിടിക്കുന്ന പോലത്തെ ഒരു സൈറന് അല്ലേ. ആൾക്കാരെല്ലാം കൂടി ചെതറി ഓടി, ലോക്കൽസ് വണ്ടി വന്ന് ഇറങ്ങുന്നു, ഹസാഡിട്ട് വണ്ടി ഓടുന്നു, ആംബുലൻസ് വരുന്നു ഇവിടുന്നൊക്കെ. ഓപ്പൺ ഫീൽഡായിരുന്നു. ലൈക്ക് ആർക്ക് ലൈക്ക് എന്താ പറയണ്ട, ഒരു ആ ഡിസ്റ്റൻസ് കണ്ട നെക്സ്റ്റ് ഷെല്ലിങ് വിടാൻ പോകുന്നത് സെൻറ്ററിലാണ്, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ്, ആ ഒരു ഡിസ്റ്റൻസിലായിരുന്നു. അപ്പോഴാണ് ലൈക്ക് എല്ലാവരും ലൈക്ക് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങിയത്. ലൈക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ഹെൽപ്ലെസ് ആയി പോകും. ലൈക്ക് അതാ മെൻ്റലി കുറച്ച് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരൊക്കെ അവിടെ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടു ഞങ്ങൾ. ഭയങ്കര ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ മെട്രോയിലോട്ട് ചെന്ന് കയറുന്നത്. അതായത് അവിടുന്ന് നേരെ മെട്രോയുടെ അണ്ടർഗ്രൗണ്ടിലോ, അതായത് മെട്രോ സ്റ്റേഷനിലോട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഓടിക്കയറുന്നത്. കാരണം എത്രയും പെട്ടെന്നൊരു ഒരു സേഫ് ഷെൽട്ടർ എടുക്കണം. കാരണം ഇല്ലെങ്കിൽ തലയിൽ വീഴും, ഉറപ്പുള്ള കാര്യം. ഒന്നെങ്കിൽ ഷെല്ല് വന്ന് വീഴും, അല്ലെങ്കിൽ ഷെല്ല് വന്ന് പൊട്ടി ബിൽഡിങ്ങിൻ്റെ കഷ്ണങ്ങൾ വന്ന് വീഴും. കാരണം ഇതിൽ എന്താ വന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. ആക്ച്വലി എൻ്റെ ഒരു വേഗ ഓർമ്മയിൽ അന്ന് അവിടെ 1 അല്ല 2 ഷെല്ല് പൊട്ടിയായിരുന്നു അടുപ്പിച്ച്, അല്ലേ? 2 ഷെല്ല് പൊട്ടി. അതായത് ഒരെണ്ണം ഞാൻ കണ്ടു, ഒരെണ്ണം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ലൈക്ക് ഒന്ന് നല്ല ഡിസ്റ്റൻസ്, പിന്നെ നമുക്ക് അടുത്തത് ആ ഡിസ്റ്റൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് നമുക്കാണെന്ന്. അയ്യോ, 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3-മത്തെ നെഞ്ചത്തെന്നാ സത്യമായിട്ടും വിചാരിച്ചത്. രണ്ടാമത്തെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ ലിറ്ററലി നല്ല പേടിച്ചു. അപ്പോൾ അങ്ങനെ നേരെ ഓടി മെട്രോ സ്റ്റേഷൻ്റെ അടിയിലെത്തി. ഒന്നും നോക്കാനില്ല. അവിടെ പിള്ളേരെല്ലാം ചെതറി ഓടിയ പിള്ളേരെ അടുക്കി തറയിൽ ഇരുത്തിയേക്കുക. ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ ഇടയ്ക്ക് ലോക്കൽസ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ മാത്രമല്ല, ഇഷ്ടം പോലെ ലോക്കൽസ്, ഇഷ്ടം പോലെ ഫോറിനേഴ്സ്. ലോക്കൽസിന് അന്നായിരുന്നു മറ്റേ എവാക്വേഷൻ ആവുന്ന ടൈം. ബട്ട് ലൈക്ക് അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലൈക്ക് എനിവൺ വാസ് അബൌവ് 16 പോകാൻ പറ്റൂല, അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് സ്പ്ലിറ്റാണ്. അവർ ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുണ്ട് സ്റ്റുഡൻസായിട്ട്. ഭയങ്കര കെയോസ് ആയിരുന്നു അന്ന് ഫുൾ സിറ്റുവേഷൻസ്. ആക്ച്വലി ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇവർ ഈ ഒരു അഗ്രഷനും ഇവരുടെ ഈ ഒരു ഇതെല്ലാം തീർക്കുന്ന ഞങ്ങളുടെ നെഞ്ചത്താണ്. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ജീവിതകാലം മുഴുവൻ കിടന്നുണ്ടാക്കിയ സ്ഥലവും അവരുടെ കാര്യങ്ങൾ, അവരുടെ അസറ്റ്സും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇട്ടെറിഞ്ഞ് ഇപ്പം ഇറങ്ങി പൊക്കോ, നാളെ മുതൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പം ആരാണേലും ഭ്രാന്ത് പിടിച്ചു പോകും. അത് ലൈക്ക് ഞാൻ സ്റ്റേഷനിൽ നിറയെ പേരെ കണ്ട്. ലൈക്ക് അപ്പോൾ ജനിച്ച കുഞ്ഞിനൊക്കെ വെച്ചിട്ട് ലൈക്ക് ഫാദറിൻ്റെ അവിടെ നിന്ന് പൊട്ടി നിന്ന് കരയുന്ന സീനൊക്കെ അവരും അങ്ങനെയായിരുന്നു. ലൈക്ക് അവർ വിചാരിച്ചാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഇറങ്ങി പോകാൻ പറ്റൂല. ഉക്രൈൻ എന്ന് വെച്ചാൽ ഇന്ത്യൻസ് മാത്രമല്ല, ഇന്ത്യൻസ്, പാകിസ്ഥാനീസ്, ആഫ്രിക്കൻസ്, അറബ്സ്, എല്ലാവരും, ഈജിപ്ഷ്യൻസ് എല്ലാവരും ഉള്ള ഒരു, അപ്പോൾ അവരെല്ലാവരും ഈക്വലി എല്ലാവരും അങ്ങനെയായിരുന്നു. അതായത് അങ്ങനെ നിൽക്കുന്ന. അപ്പം ആക്ച്വലി ഇവിടെ ഇപ്പം ട്രെയിൻ കയറി, അതായത് ഇവാക്വേഷൻ ടൈമിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കയറ്റി വിടുന്നതെന്ന് അറിയാമോ? ആദ്യമേ 60+ ഇയേഴ്സ് ഉള്ള ആൾക്കാർ, ഗ്രാൻഡ് പേരൻസും അല്ല, ലേഡീസ്, അതായത് ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ നല്ല പ്രായമുള്ള അമ്മമാർ, അവരാണ് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്. രണ്ടാമത് സ്ത്രീകൾ, മൂന്നാമത് കുട്ടികൾ, നാലാമത് റഷ്യൻ അവിടുത്തെ ഉക്രൈനിയൻ ആൾക്കാർ, അതായത് ഉക്രൈനിയൻ മെൻ. അത് അന്ന് കയറിയില്ല, പക്ഷെ ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് യുക്രൈനിയൻ മെൻ, അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോറിനേഴ്സ് വരുന്നത്.
ഓക്കെ. അപ്പം ഓൾറെഡി ഒരു സിറ്റി മുഴുവൻ ഇവാക്വേറ്റ് ആവാനായിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനൊക്കെ വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ട്, പക്ഷെ ഒന്നുമില്ല. സ്പെഷ്യൽ ട്രെയിനൊക്കെ ഏലിയ പോയെന്ന് നമ്പരാൻ അറിയാം. അതായത് വന്നു, പക്ഷെ ഒരു സിറ്റി മൊത്തം എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് അവര് ചെയ്തു, പക്ഷെ ഒരു സിറ്റിക്ക് വേണ്ടിയുള്ള സ്പെഷ്യാലിറ്റി ഇല്ലായിരുന്നു. അയ്യോ, അതായത് ഞാൻ ഒരു ഫോട്ടോ ഇടാം. അതൊരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അതായത് തലകൾ മാത്രമേ കാണത്തുള്ളൂ, ഒന്നും മനസ്സിലാകത്തില്ല. അതുപോലെ തിങ്ങി നിറഞ്ഞ് കാർഗീവ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ തിക്കിനിടയ്ക്കൊക്കെ ഞങ്ങളുണ്ട്. ഞാൻ പറയാം, മറ്റേ ആ 7 ലക്ഷത്തിൽ ഞാനുണ്ട് എന്ന് പറയുന്ന പോലെ ആ തിക്കിൻ്റെ ഇടയിൽ ഞങ്ങളുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. കാരണം മാർച്ച് 2-ാം തീയതി രാവിലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 8:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 9:15 ഒരു ട്രെയിൻ വന്ന് ലിവീവിലോട്ട്. അന്ന് ആ ട്രെയിനിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗേൾസിനെ എല്ലാവരെയും ഞങ്ങൾക്ക് കയറ്റിവിടാൻ പറ്റി. അന്ന് ഒത്തിരി ലോക്കൽസ് വന്ന് കയറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വുമൺ ഉണ്ടായിരുന്നു, പ്രയോറിറ്റി വുമൺ. ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ തള്ളി കയറ്റി വിട്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗേൾസ് എല്ലാം കയറിപ്പോയി. ലാസ്റ്റ് ആളും കയറി. അങ്ങനെ ഗേൾസ് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ കയറിപ്പോയി. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് 2 ഗേൾസ് കയറി പോയില്ല, അവിടെ ഉണ്ടായിരുന്നു. യെസ്, അവിടെ ഉണ്ടായിരുന്നു. അവർ കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ശ്രമിച്ച് ബാക്കിയെല്ലാം കയറി, പക്ഷെ 2 പേർക്ക് കയറാൻ പറ്റിയില്ല. അവർക്ക് ലാസ്റ്റ് വരെ കയറാൻ പറ്റില്ല, അതാണ് വിട്ട്. ആക്ച്വലി ഞങ്ങൾ അന്ന് ഫുള്ളി റൂട്ടീൻ എങ്ങനെയെന്ന് വെച്ചാൽ ലൈക്ക് ഫസ്റ്റ് പ്ലാറ്റ്ഫോം, അപ്പോൾ ആരെങ്കിലും ഒന്ന് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് പറയും, അപ്പോൾ അവിടെ പോകും. പിന്നെ തിരിച്ച് ഇവിടെ വരും. പിന്നെ പെട്ടെന്ന് ഷെല്ലിങ് ടൈം ആകുമ്പോൾ മെട്രോന്റെ അകത്ത് ഷെല്ലിങ് സീനാണ്. എനിക്ക് ഹൈലൈറ്റ് ഷെല്ലിംഗ് ഉണ്ട് ബൊക്സാലിയെ വെച്ച്. അന്ന് അത് മറ്റടുത്ത് മറ്റേ ഷെല്ല് മറ്റേ പാലത്തിലുള്ള ഷെല്ല് പൊട്ടല് ഓക്കെ, ഞങ്ങളത് കണ്ടു. അന്നേരം നല്ല പേടിച്ച്. രണ്ടാമത്തെ ഇത് ഞങ്ങൾ ഉറപ്പിച്ച് തീർന്നെന്ന്. ഒരു സൗണ്ടും കേട്ട് ഇവരുടെ ട്രെയിൻ പോയിട്ടായിരുന്നു. അത് ഏകദേശം ഒരു 9:30-10 മണിയോളം ആയി സമയം അടുത്ത്. വലിയൊരു സൗണ്ട് കേട്ട് ഞങ്ങളിങ്ങനെ തല പൊക്കി ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാധനം പോകും. അതായത് തൊട്ടടുത്ത് എന്തോ ഒരു സാധനത്തിൽ തൊട്ട് ചൂന്ന് പോയി. ആ അല്ലല്ല മോർണിംഗ് അവിടെയും ഇല്ലില്ല, മോർണിംഗ് അവിടുന്ന് പിന്നെയും ചെതറി ഓടി ആണ്. ഇത് നേരെ ആ റെയിൽവേ സ്റ്റേഷനിന് 7 പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. 7 പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് എവിടെയോ പോയി വീണങ്ങ് പൊട്ടി. 7 പ്ലാറ്റ്ഫോമാണ്. 7 പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇല്ല. അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് നേരെ വന്നങ്ങ് പൊട്ടി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് സൈഡിൽ ഏതൊരു പെങ്കൊച്ചിൻ്റെ സൈഡിൽ നിൽക്കുമായിരുന്നു. അന്ന് ഇങ്ങനെ കയറാൻ പറ്റാത്ത എനിക്കറിയത്തില്ല, ആളാരാന്നറിയത്തില്ല. ആ കൊച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് വന്ന് വീണ് പൊട്ടി. ഞാൻ പിന്നെ കേൾക്കുന്നത് ഉമ്മാന്നൊരു ഭയങ്കര അലർച്ചയാണ്. അതായത് ആ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നും ഒബ്വിയസ്ലി അങ്ങനെ എന്തെങ്കിലും വന്ന് അവിടുന്നും കരയുന്നു, ഇവിടുന്ന് ഒരൊറ്റ അലർച്ച. അതായത് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു സീന് നിങ്ങൾക്ക് വട്ടായി പോകും നിങ്ങൾ ഈ ഒരു സീനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ. കാരണം സൈറൻ കേൾക്കുന്ന, ഓൾറെഡി ആങ്സൈറ്റി, എന്ത് ചെയ്യുമെന്നറിയാൻ വരാതെ നിൽക്കുന്ന, വീടെത്താൻ പറ്റുമോ വീട്ടുകാരെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. മുകളിൽ കൂടെ ഷെല്ല് വന്ന് വീണു പൊട്ടി അതിൽ പേടിച്ച് നിൽക്കുന്ന, അതിൻ്റെ കൂട്ടത്തിൽ ഈ അലർച്ചയും കാർച്ചയും കരച്ചിലും എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. അത്രയ്ക്ക് ഒരു 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 ഡെത്ത് സ്റ്റോപ്പ് മൊമെൻ്റ് ആയിരുന്നു അത്. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് മൊമെൻ്റ് ആയിരുന്നു ആ സാധനം എന്ന് പറയുന്നത്. അയ്യോ, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നിനക്ക് വല്ലതും ഉണ്ടോ? ആക്ച്വലി ആ ടൈം ലൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് ട്രെയിൻ കിട്ടിപ്പോവുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മറ്റേ അവർ ലോക്കൽസൊക്കെ കയറിപ്പോയി. ലൈക്ക് അവരൊന്നും പറയാറില്ല ലൈക്ക്, ബട്ട് ആ സ്ട്രെസ്സിൽ അവർ അഗ്രസീവ് ആയിരുന്നു. അപ്പോൾ
ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിന് ഈ പ്ലാറ്റ്ഫോമിന് ലൈക്ക് അവിടെ ഇവിടെ ആയിട്ട് പോയിട്ടിരുന്നു ട്രെയിൻ വരുന്ന സമയം അനുസരിച്ചിട്ട്. അപ്പോൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഞാൻ ഈ ഷെല്ലിങ് ടൈം. ലൈക്ക് എന്താ പറയണ്ട, അപ്പോൾ ലൈക്ക് ആൾറെഡി മറ്റേ പോലീസൊക്കെ വന്നു. അപ്പോൾ ഈ ഉക്രൈനിയൻ പോലീസൊക്കെ വന്ന് മിലിറ്ററി സർവീസ് എല്ലാവരും അവിടെ ലൈക്ക് സർവ്ഡ് ആംഡ് ഫോഴ്സസ് ആക്ച്വലി അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അവർ ഈ തിരുപ്പി ഷെല്ലിങ്ങിൻ്റെ സൗണ്ട് സ്റ്റാർട്ടാവണ്. അവർ ഡൗൺ ഡൗന്ന് പറഞ്ഞ് ഓടണം, എല്ലാവരെയും പിടിച്ച് താളെ എല്ലാ മറ്റേ അവിടെ ഒരു സ്റ്റാർസ് ഉണ്ടായിരുന്നു. സ്റ്റാർസിൻ്റെ അടിയിൽ ചിലവർ എങ്ങനെ താളെ കിടന്ന്, എൻ്റെ കസിനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ സ്റ്റക്കായി പോയി ഓർ മുൻപ്. ആക്ച്വലി എനിക്കൊരു സ്നാപ്പ് ബ്ലൈൻഡായി. ഓക്കെ, ഞാൻ കയ്യിൽ മറ്റേ ബാഗ് ഉണ്ടായിരുന്നു, വേറെ ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ ബാഗ് ഇങ്ങനെ താഴെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കണ്. എൻ്റെ കസിനാണെങ്കിൽ ഫുള്ളി താളപ്പോയ മറ്റേ കല്ലാണ് അത്, മറ്റേ കല്ലില് അങ്ങനെ വിളുന്ന് കിടന്നവൻ. പിന്നെ അവൻ ലൈക്ക് ആ സൗണ്ട് തീർന്നതിന് ശേഷം അവൻ എളിച്ച് എൻ്റെ ഒരു തട്ടി. അപ്പോഴാണ് എനിക്ക് മറ്റേ സെൻസൊക്കെ ബാക്കി വന്ന ഒരു മിനിറ്റ് പേടിയാന്ന് കേട്ടാ എനിക്കത് പേടിയായിട്ട് ട്രോമ ആയിട്ടില്ല, പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ഹെൽപ്ലെസ് ആയിട്ട് ഒരു മൂമെന്റ് ആണ് അത്. ആ ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നും വർക്കായില്ല, ഞാൻ അങ്ങനെ നിന്ന് പോയി. അത് മാത്രമാണ് ലൈക്ക് പെട്ടെന്ന് ഫ്രണ്ടിലുള്ള ആള് ഇരിക്കുന്ന കണ്ടപ്പോഴാണ് ഇരിക്കണം എന്നുള്ള ഇത് ഫസ്റ്റ് മറ്റേ പോകുന്നത് ഇങ്ങനെ കണ്ടിരിക്കും എപ്പോഴും. ഞാൻ പോണത് ഒന്നും കണ്ടില്ല, ഞാൻ അങ്ങനെ ഒരു മിനിറ്റ് നിന്ന് എന്നെ ലൈക്ക് അത്. പക്ഷേ എനിക്ക് സൂപ്പർ വിഷ്വലൊക്കെ ഓർമ്മ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൽ പോലീസ് എല്ലാവരും താളെപ്പോയി, ഞാൻ മാത്രം സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കണേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ബാക്ക് നോക്കുമ്പോൾ പടീൻ്റെ ട്രാക്കിലൊക്കെ ഇട്ടിട്ട് മുത്തുബ്രോ ഒക്കെ കാണുമ്പോൾ ട്രാക്കിൻ്റെ അടിയിൽ പോയല്ല. ഇന്ന് ചിരിക്കാം ഇതൊക്കെ പറയുമ്പോഴത്തേക്കും. അയ്യോ സീരിയസ്ലി ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞുകൊണ്ടല്ലോ, എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ട്രോമയായിട്ടുള്ളൊരു സാധനമാണ് ആ സയർ. എനിക്ക് ആ സയറും കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണെന്നറിയോ, നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഏറ്റവും ഈ വൈകുന്നേരം 5 മണിക്കും രാവിലെ 8 മണിക്കും ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അലാറം അടിക്കും. ആ പണ്ടാരം ഇങ്ങനത്തെ ഒരു സയറിനാണ്. ഞാനാണെങ്കിൽ രാവിലെ 7 മണിയുടെ കുർബാനയ്ക്ക് പോയിട്ട് പള്ളിയിലേയും കഴിഞ്ഞ്, അപ്പം വാറ് കഴിഞ്ഞ് വന്ന് അടുത്ത ദിവസം അടുത്ത അങ്ങനെ എന്തോ അല്ല, ഒരാഴ്ചത്തേക്ക് ഞാൻ ഇറങ്ങിയില്ല. എനിക്ക് ഇറങ്ങാനുള്ള ആംബിയർ ശക്തിയൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ വെളിയിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഞാൻ ഈ സയറിങ് കേട്ടത്, ഞാൻ അമ്മയെന്ന് ഒരു ഒറ്റ അലർച്ച, ഞാൻ അങ്ങോട്ട് പതറിപ്പോയി. കൂടെ വന്ന് വീട്ടുകാരൊക്കെ പേടിച്ച്. സ്വാഭാവികം അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇത്രയും ട്രോമറ്റൈസ് ആയി എന്നൊരു സത്യം മനസ്സിലാക്കുന്നത് അപ്പോഴത്തേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ നമ്മളിവിടെ അപ്പോൾ 10 മണിയായി ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ ട്രെയിൻ കയറാനായിട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്തെന്ന ഒരൊറ്റ ട്രെയിനുകൾ പോലും കിട്ടുന്നില്ല. 9:45 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ വന്നു. അത് കീവിലോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഓക്കെ ഈ ട്രെയിനിന് കയറാം എന്നോർത്ത് ഞങ്ങൾ കൂടെ ഉണ്ടാകുന്ന മാക്സിമം കൂടെ ചേർക്കാൻ പറ്റുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തി. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അഭിഷേക് എന്ന് പറഞ്ഞൊരു പയ്യനും നവീനും, ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. ഇവനും റോഷനും, ഇവർ 2 പേരും, വേറെ കുറച്ച് കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇവരങ്ങ് വേറെ സ്ഥലത്തോട്ട് മാറിപ്പോയി. യവനാണെങ്കിൽ ഇവൻ്റെ ഏജൻറ്റും കുറേ പിള്ളേരുമായിട്ട് ഇവർ വേറെയും പോയി. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ 3 വഴിക്കായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ അവിടുന്ന് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് 10 മണിയായപ്പോഴത്തേക്കും ഞങ്ങളിവിടെ നിൽക്കുന്നത് എങ്ങനെയും ട്രെയിൻ കയറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ട്രെയിൻ വന്നു, മാക്സിമം തള്ളി പുഷ് ചെയ്യാൻ നോക്കി. അതായത് ആ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തോട്ട് പോലും അങ്ങ് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തിങ്ങി ആൾ നിറഞ്ഞിരിക്കുമായിരുന്നു. തള്ളിയിടും, കയറാൻ പറ്റുന്നില്ലാത്തൊരു സംഭവം. അത് കഴിഞ്ഞ് ആ ട്രെയിനിൽ തന്നെ ഒരു വലിയ സംഭവം നടന്നു.
ഒരു അമ്മ, ഒരു പുള്ളിക്കാരി, ഒരു മിഡിൽ ഏജ്ഡ് വുമൺ, മിഡിൽ ഏജ്ഡ് വുമൺ. സംഭവം പുള്ളിക്കാരിയുടെ ഫാമിലിയായിട്ട് സെപ്പറേറ്റ് ആയി. ഭർത്താവ് എവിടെയാണെന്ന് അറിയത്തില്ല. കൊച്ചൊരു 10 വയസ്സങ്ങാണ്ടുള്ള ഒരു കൊച്ചുണ്ട്, ആ കൊച്ച് എവിടെയാണെന്ന് അറിയത്തില്ല. മൂത്ത മകൻ എവിടെയാണെന്ന് അറിയത്തില്ല. സംഭവം ഈ പുള്ളിക്കാരി മാത്രമേ ആ റെയിൽവേ സ്റ്റേഷനിലുള്ളൂ, ആരെയും കാണുന്നില്ല. ഈ പുള്ളിക്കാരിയാണെങ്കിൽ കമ്പാർട്ട്മെൻറ്റിനകത്തോട്ട്, അപ്പോൾ ഈ പുള്ളിക്കാരി ട്രെയിൻ വന്ന പാടെ നുഴഞ്ഞകത്ത് കയറി. ഈ പുള്ളിക്കാരി അകത്ത് കയറിയ പാടെ ഡോർ അകത്തുനിന്ന് പൂട്ടിയിട്ട് ഈ പുള്ളിക്കാരി ഇതിനകത്തോട് ഓടുക അലറിക്കൊണ്ട്. അതായത് തിങ്ങി നിറഞ്ഞ ആൾക്കാർ വെളിയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഈ പുള്ളിക്കാരി അപ്പം ആലോചിക്കണം, അതിൻ്റെ മാനസിക നില ഏത് ലെവലിൽ പോയെന്ന് ആലോചിക്കണം. വാതിൽ, അതായത് അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് താഴെ നിൽപ്പുണ്ട്. ഇവരകത്ത് ഓടിക്കേറി വാതിൽ അടച്ചിട്ട്, കാരണം അവിടുത്തെ ട്രെയിൻ ഓർക്കുന്നുണ്ടല്ലോ ഡോറ് അടയ്ക്കാൻ പറ്റുന്നത്, വാതിൽ അടച്ചിട്ട് ഇവരകത്തൂടെ കിടന്നോടുക. അപ്പം ഞങ്ങളിത് വെളിയിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന വെളിയിൽ ലോക്കൽസ്, യുക്രൈനിയൻസ് ഭയങ്കരമായിട്ട് അരിശം വന്ന് ദേഷ്യപ്പെട്ട് ഒച്ച വെക്കാൻ തുടങ്ങി. കുറേ പേര് ഭയങ്കര ബഹളം വെച്ച്, കുറേ പേര് ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യൻസ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. എവരാണ് കൈ കൊണ്ടൊക്കെ കുത്തി ഇടിച്ച് തട്ടിയൊക്കെ കയറി പോകാൻ നോക്കുന്നു. എത്ര പിള്ളേർക്ക് ഇടി കിട്ടിയെന്നറിയോ? എത്ര എണ്ണത്തിന് മുഖത്തും കവിളിലും കിറുക്കിയിട്ടും ഒക്കെ അടി കിട്ടിയെന്നറിയോ? അപ്പോൾ അങ്ങനെ ഒരു സീൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ഞാൻ ഇന്നേ വരെ ഇത്രയും ഡാർക്ക് ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടില്ല. അതായത് മറ്റേ അനിശ്ചിതാവസ്ഥ എന്ന് പറയും മലയാളത്തിൽ. എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് എന്തോന്ന് അറിയത്തില്ല. അതായത് ഉറപ്പില്ല ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു അൺസർട്ടനിറ്റി, ഒരു അൺസർട്ടൈൻ സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ആക്ച്വലി നടന്നുകൊണ്ടിരുന്നത്. 10 ട്രെയിൻ വന്നു, ആ ട്രെയിനിന് കയറാൻ പറ്റിയില്ല. ഇതുപോലെ തന്നെ പിന്നെ കേട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ ഒരെണ്ണം വരുന്നുണ്ടെന്ന്, ഞങ്ങൾ അവിടുന്ന് ഓടി. അപ്പം ഒരു മൊമെൻ്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കായി. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് ഓടുന്ന വഴിയാണ്. അതായത് ഞാൻ നോക്കിയിട്ട് എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ തിരിഞ്ഞു നോക്കി, കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. ഞാൻ അപ്പുറത്തോട്ട് നോക്കി, കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നത്. കുറേ ഇന്ത്യൻസും കുറേ യുക്രൈനിയൻസും കുറേ വേറെ ഏതോ രാജ്യക്കാർ, അവരിവരും ഒക്കെ നിൽക്കുന്നു. ഒന്നും ചെയ്യാനില്ല, കംപ്ലീറ്റ് ഒറ്റയ്ക്കായി ഞാൻ. ആ ഒരു മൊമെൻറ്റിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സംഭവങ്ങൾ, ഈ അലർച്ചയും ഒച്ചയും ബഹളവും എല്ലാം മറ്റേ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ കംപ്ലീറ്റ് ഒരു പോസ് ഉണ്ടല്ലോ, ആ ഒരു സാധനം എനിക്ക് അടിച്ച്. ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ പോസ് അടിച്ചിട്ട് ഇനി എന്ത്, അതാണ് ഇനി എന്ത് എന്നൊരു ഭയങ്കര ഒരു സാധനം എനിക്ക് അടിച്ചു. എനിക്ക് പറഞ്ഞു തരാമെന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് സെൻസിലോട്ട് വന്ന് പിന്നെ അവിടുന്ന് വീണ്ടും ബാഗ് എടുത്ത് നേരെ അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അഭിഷേകിനെ കണ്ടു. ഇടയ്ക്ക് വെച്ച് എനിക്ക് അഭിഷേക് മിസ്സായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ഇപ്പോൾ ഇവന് വേറെ സ്റ്റോറിയാണ്, ഇവന് വേറെ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചേർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ചർച്ചിലുണ്ടായിരുന്ന ഞങ്ങളുടെ കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ സീനിയേഴ്സിനെ ഞങ്ങൾ കാണുന്നത് ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോ തേർഡ് പ്ലാറ്റ്ഫോമിലോ അങ്ങാണ്ട് വെച്ചാണ്. അപ്പം ഞാനും നവീനും ഞാനും അഭിഷേക് വന്നു. അപ്പം നവീൻ പുറകെ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയോ ഇവരെ കണ്ടു, ഒരു വട്ടം കണ്ടു. അപ്പോൾ ഇവർ വേറെ വഴിക്ക് പോകുന്നു, ഞങ്ങൾ വേറെ വഴിക്ക് പോകുന്നു. ഏതെങ്കിലും ട്രെയിൻ ഉണ്ടോ നോക്കി നടക്കുന്നു, ട്രെയിനൊന്നും വരുന്നില്ല. ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് എംബസി എന്നൊരു സാധനം വന്ന്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നിന്നാണോ വൈകിട്ട് 6 മണിക്ക് നിന്നായിരുന്നോ? വൈകിട്ട് 5-നോ വൈകിട്ട് 6-ന് മുന്നേ ഏരിയയിൽ ഉണ്ടാവരുത്. നിങ്ങൾ എങ്ങനെ വേണം, അത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് വന്ന ഇതാണ്, എങ്ങനെ വേണേ നിങ്ങൾ പൊക്കോ. 5 സ്പോട്ടൊക്കെ കൊടുത്ത്, പക്ഷേ ഖാർക്കീവിൽ നിൽക്കരുത്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഖാർക്കീവ് ലീവ് ചെയ്തോണമെന്നാണ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. 6-7 ദിവസം നമ്മൾ അതുവരെ ബങ്കറി വെറുതെ ഇരുന്നല്ല, സേഫ് ആയിട്ടിരുന്നു. പക്ഷെ ഇവാക്യുവേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി മുമ്പേ മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇവരൊക്കെ പിന്നെ സ്റ്റക്കായി കുറച്ച് ദിവസം കൂടി.
അപ്പം അതൊക്കെ കുറേയും കൂടി ഒന്ന് സോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതാർക്കും അറിയുന്ന കാര്യമല്ല. പ്ലാൻഡോ